ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേറ്റ് ആയി പോയി മക്കളെ, ലേറ്റ് ആയി പോയി. എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. കിട്ടില്ല സാധനം വന്നിട്ടുണ്ട്. ജയിലർ 2 അനൗൺസ്മെന്റ് ടീസർ 4 മിനിറ്റ് ഒക്കെയാണ്. ജയിലർ 1 കിട്ടുന്ന സിനിമയെന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പോ കണ്ടിടത്തോളം 1 മണിക്കൂറായി വന്നിട്ട്. പക്ഷെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഈവനിങ് ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് ഭയങ്കര ലേറ്റ് ആയി പോയി. അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. എന്തായാലും കാണാൻ ഭയങ്കരമായിട്ടുള്ള ആവേശം. സൺ പിക്ചേഴ്സ് ആണ്. ഉടച്ചു തമ്പുരാനേ, കോപ്പിറൈറ്റ് തരില്ലേ. റെഡി. வங்கக்கடலில் நிலவந்த பெங்கல் புயல் கரையை கடந்த நிலையில் மேலும் மற்றொரு புதிய காற்றழுத்த தாழ்வு மண்டலம் புயலாக வலுப்பெற்று கோர முகத்துடன் நகர்ந்து வருவதாக வானிலை ஆய்வு மையம் தெரிவித்துள்ளது. மறுபடியும் சைக்ளோனா? நெல்சா, நம்ம வேணா திரும்பி கிளம்பி சென்னைக்கே போயிடலாமா? சைக்கிளானே சென்னையில தான் ஜி, அதனால தான் ஸ்டோரி டிஸ்கஷனுக்கு உங்களை கோவா கூட்டின்னு வந்திருக்கிறேன் ஜி. அங்க மக்கள்லாம் என்ன ஜி பண்ணுவாங்க நம்ம இல்லாம? நம்ம இருந்தா என்ன பண்ணுவாங்களோ அதே தான் பண்ணுவாங்க ஜி. ஓஹோ, அப்போ ஓகே. பெரிய தார் அப்படியே சைக்கிள் ஒன்று சுத்தி தூக்கி போட்டுருவாரு. ஜி, உங்களுக்கு தான் நிறைய டைம் இருக்குல்ல ஜி, நம்ம இந்த டிஸ்கஷன் ஒரு ஃபியூ மந்த்ஸ்க்கு அப்புறம் வச்சுக்க கூடாது? உங்களுக்கு என்ன ஜி, வார ஏதாவது ஒன்று ரிலீஸ் பண்றீங்க, நமக்கு அப்படியா? கடைசியா என் படம் வந்ததுக்கு அப்புறம் 5 புயல் வந்துச்சு, ட்ரம்ப் திருப்பி வந்துட்டாரு. எனி டைம் ஓகே ஓகே ஓகே, ஒரு 5 மினிட்ஸ் அப்படியே சைலண்டா மெடிடேட் பண்ணிட்டு யோசிப்போமா? மாட்டியாச்சு. மெடிடேஷன் பண்ணி தான் இல்லையே மாட்டிருக்கோம். கால என்னலாம் தெரியும். ഇവിടെ പ്രസന്റേഷൻ. ഇതെന്താ ആരാണത്? ഇതെന്താ ഇത് ആലോചിക്കണം അവര്. മോളെ മുഖം കാണിക്കണേ. அப்பா ஷிட். அப்பா God love you. பாருங்களேன், இது பாக்கெட்ல இருந்து கீழே வந்தது கூட தெரியாம போயினுக்கிறாரு. அப்பா கேட்டவ. So superstar. பயங்கரமா இருக்கு நெல்சா, இதுவே பண்ணிடலாமே. എന്റെ അമ്മോ, കർത്തമഹിന്ദ രാജ കാമലി. എന്റെ അമ്മോ, എത്ര കാലായി ഇമ്മാതിരി സാധനം കണ്ടിട്ട്. ജസ്റ്റ് അനൗൺസ്മെന്റ് ടീസറാണ് നമ്മളിത് കണ്ടത്. എന്തായിരിക്കും ടീസർ, എന്തായിരിക്കും ട്രെയിലർ, എന്തായിരിക്കും പടം? അർത്ഥമായില്ല രാജ. ഭയങ്കര ആവേശം കേട്ടോ, ഭയങ്കര ആവേശം. ഔട്ട്സ്റ്റാൻഡിങ്. കൂലിന്റെ ഗ്ലിംസ് ഒന്നുമല്ല.
ഒന്നുമല്ല. കാരണം നമ്മുടെ ലോകേഷ് കനകരാജാണല്ലോ ചെയ്യണത്. കൂലി തന്ന സാധനം ഇത് തോട്സ് പോയിരിക്കണ പോക്ക്. എന്തൊരു പ്രസന്റേഷൻ എന്റെ മോനെ. വാതില് ചവിട്ടി പൊളിക്കണ്, കുറെ എന്താ പറയാ ഉണ്ടകൾ, തീയുണ്ടകൾ തെറിക്കണ്, കുറെ അവന്മാർ എവിടെ നിന്നൊക്കെ വരണ, ഏറ് കിട്ടണ്, ചാവണ്, വിറകില്ല 2 ജനല് പൊളിയണ്, ചോറിക്കണ്, കുനിയണ്, വരണ്. ഹോ എന്റെ രജനി അണ്ണാ, സോറി എന്റെ നെൽസൺ അണ്ണാ, എന്താണ് ചെയ്തു വെച്ചത് നിങ്ങൾ? ബീസ്റ്റ് എന്നൊരു പടം ഫ്ലോപ്പ് ആയപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള ചീത്തപ്പേര് എത്ര വലുതാണെന്നുള്ളതാണ്. അതിന്ന് നിങ്ങളെ ഈ ഒരു കംബാക്ക് എന്റെ മനുഷ്യ ഞെട്ടിച്ചു കേട്ടോ, ശരിക്കും ഞെട്ടിച്ചു. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ്. ഇതിന് വൻ കാത്തിരിപ്പ്. എനിക്ക് തോന്നുന്നു ഇത്ര കാത്തിരിക്കുന്ന പടം ഇനിയിപ്പോ ഇല്ല കേട്ടോ. ഞാൻ വേറെ കുറെ സിനിമകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും കാത്തിരിക്കുന്ന ഒരു പടം ഇനി ഇതിന്റെ മുകളിൽ വെക്കാൻ എനിക്ക് ഓർമ്മ വരില്ല. എന്റെ മനസ്സിലേക്ക് ഒന്നും ഓർമ്മ വരില്ല. ജസ്റ്റ് അർത്ഥമായിന്റെ രജ ആ സാധനം മാത്രമാണ് നിൽക്കുന്നത്. അതൊക്കെ എന്ത് സ്പോട്ടിലാണ്, ഏത് ടൈമിലാണ് കൊടുത്തേന്ന് നോക്കൂ, എന്ത് രസമാണ് എന്റെ അമ്മോ. രജനീകാന്ത് കേട്ടോ, ഒന്നുമില്ല, വെറുതെ നടക്കണ്, വരുന്ന്, ഗ്ലാസ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വെക്കണ്, ഇങ്ങനെ കാണിക്കണ്, ഒന്നുമില്ല. അയാൾ സ്ക്രീനിൽ വന്ന് നിന്നാ മതി. പണി അറിയാവുന്ന ഒരു ഡയറക്ടർ, നല്ലൊരു സിനിമോട്ടോഗ്രാഫർ, ക്യാമറ ഫ്രെയിംസ് പക്കയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അയാൾ ജസ്റ്റ് നിന്നാ മതി. തീ ഇങ്ങനെ പടരുകയാണ് സ്ക്രീനിൽ. ഇതൊരു സിനിമയുടെ റിവ്യൂ പറയണ പോലെ പറയാൻ കിട്ടും. ഒരു അനൗൺസ്മെന്റ് ടീസർ തുടക്കുന്നതിന് എന്ത് രസം. അവർ രണ്ടാളും ഇരിക്കുന്നു, സംസാരിക്കുന്നു. മോനെ പൊളി പൊളി പൊളി, പന്നിപ്പൊളി. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഒന്നും പറയാനില്ല. വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്, ഈഗർലി വെയിറ്റിംഗ്.